മണിക്കുള്ളിൽ വീണ എത്തുന്നതാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. തന്നെ എന്തായാലും ഹാജരാകുമെന്നുള്ള തന്നെയാണ് വിവരം തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇവിടെ എങ്ങും ഒരുക്കിയിട്ടുള്ളത്. എല്ലാ രീതിയിലും പോലീസുകാർ ട്രാഫിക് അടക്കം കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സുരക്ഷ, നിരവധി പോലീസുകാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ തന്നെ നമുക്കറിയാം, ഇന്നലെ തന്നെ CMRL സ്ഥാപക MD ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്തിരുന്നു. അത് തന്നെ 6 മണിക്കൂറിന് മുകളിലോളം ഈ ഒരു ചോദ്യം ചെയ്യൽ നീളുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 11 മണിയോട് കൂടി വീണ എത്തിയാൽ തന്നെ കൂടുതൽ സമയം ഈ ഒരു മണിക്കൂറുകളോളം നീളാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്, ചോദ്യം ചെയ്യൽ നീളാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. നേരത്തെ തന്നെ രേഖകൾ അബ്ബാഷകർ വഴി ഹാജരാക്കണമെന്ന വീഡിയോയുടെ നിർദ്ദേശം ഇഡി തള്ളുകയുണ്ടായിരുന്നു. അപ്പോൾ കേസിന്റെ ഭാഗമായി മുഴുവൻ രേഖകളും ചോദ്യം ചെയ്യലിന്റെ വേളയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ രേഖകളെല്ലാം തന്നെ പരിശോധിച്ച് ചോദ്യം ചെയ്യൽ കൂടുതൽ സമയത്തിലേക്കും ആഴത്തിലേക്കും നീളാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യൽ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷവും വീണ ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കൊണ്ട് തന്നെ വരില്ല വരും എന്നുള്ളൊരു നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഇത്രയും വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ, ഈ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ നേരത്തെ സമൻസ് അയച്ചു, എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണ്ടി വരില്ല എന്നൊരു നിർദ്ദേശം നൽകി. തുടർന്നാണ് വീണ്ടും ഈ ഒരു ബുധനാഴ്ചത്തേക്ക് ഈ ഒരു ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് എത്തും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ഒരു ഇത്രയും സെക്യൂരിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. 11 മണിക്കുള്ളിൽ തന്നെ വീണ എത്തും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. 11 മണിക്കൂറിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പിൽ വീണ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു എക്സലോജിക് കമ്പനി. വീണ എന്ന പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി നടത്തിയിരുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് കമ്പനി. ആ കമ്പനി വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ആ കമ്പനി ഇപ്പോൾ വൈൻഡപ്പ് ചെയ്തു. അതിന്റെ വെബ്സൈറ്റ് പോലും അവൈലബിൾ അല്ല. ആ കമ്പനി CMRL എന്ന കമ്പനിയുമായി ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. ആ കമ്പനിക്ക് ഒരു സർവീസ് പ്രൊവൈഡിംഗ് കരാർ ഉണ്ടാക്കുന്നു, ഒരു AMC ഉണ്ടാക്കുന്നു, ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും. അതിന്റെ ഭാഗമായി 1,74,00,000 രൂപ വിവിധ മാസങ്ങളിലായി വീണ വിജയന് കിട്ടി എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ ആ കിട്ടിയ പണത്തിന് പകരമായി സർവീസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നും ഭരണപ്രധാനിയുടെ മകളായതുകൊണ്ട് അഹിതമായി കിട്ടിയ പണമാണ് എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആ പരിശോധനയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത്. അതിനുശേഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അത് അന്വേഷിക്കുന്നു. SFIO അന്വേഷിച്ചതിന് ശേഷം അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിനകത്തും ഈ പറയുന്ന തരത്തിലുള്ള ഈ അസാധാരണതകൾ അവരെ കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം ഈ കേസ് അന്വേഷിക്കാൻ ED സന്നദ്ധമാകുന്നു. ED അന്വേഷണത്തിനെതിരെ ഇവർ കോടതിയിൽ പോകുന്നു. CMRL കോടതി അതിനെ ഒരു പലതരം പരിശോധനകൾക്കും സ്റ്റേകൾക്കും ശേഷം പരിശോധിക്കാനും അന്വേഷണം തുടരാനുമുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ആ നിർദ്ദേശം കിട്ടിയതിന്റെ പിറ്റേന്നാണ് ED പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ, അവിടെയാണ് വീണയുടെയും അഡ്രസ്സ്, അവിടെ വന്ന് പരിശോധന നടത്തുകയും ചില സുഖകരമായ സംഗതികൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ EDയെ ചോദ്യം ചെയ്യാനായി അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെയും CPMനെയും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അതായത് വീണ എന്ത് സർവീസിനാണ് 1,74,00,000 രൂപ വാങ്ങിയത്, അതിൽ കൂടുതൽ പണമുണ്ട് മൊത്തം കണക്കെടുക്കുമ്പോൾ എന്ന കാര്യം വിശദീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അത് CPMന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല, പിണറായി വിജയന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല, വീണയും അത് വിശദീകരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നില്ല എന്നത് കാണേണ്ട കാര്യമാണ്. അത് വീണയുടെ ഒരു കേസാണ്, വീണയുടെ കച്ചവട ഇടപാടാണ് എന്ന മട്ടിൽ തള്ളിക്കളഞ്ഞതുകൊണ്ട് ആയിരുന്നില്ല CPM അത് വിശദീകരിക്കാതിരുന്നത്. മറിച്ച് CPMന് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യമെന്ന് തോന്നുന്നു. കാരണം ആ കേസിൽ വീണയെ സംരക്ഷിക്കാൻ CPM രംഗത്തുണ്ടായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പ്രത്യേക പ്രസ്താവന ഇറക്കുകയും നേതാക്കൾ എല്ലാവരും രംഗത്ത് വന്ന് അവരെ ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. പക്ഷെ അപ്പോഴും എന്താണ് സർവീസ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്താണ് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിട്ടുള്ള സർവീസ് എന്താണ്? ആ സർവീസിന് നിങ്ങൾക്ക് കിട്ടിയ പണത്തിൻ്റെ വിശദാംശങ്ങളടക്കം അവർക്ക് വിശദീകരിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇതിൽ EDയുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് 1,74,00,000 രൂപ വെറുതെ കയ്യിൽ വാങ്ങിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് ഒരു AMC കോൺട്രാക്റ്റ് എന്ന് പറയില്ല, അതായത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. അതായത് ഒരു സർവീസ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സർവീസ് ഒരു വർഷം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുക. ആ സർവീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, ആ വർഷം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും
നമ്മളിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പോലെയാണ്. നമ്മൾ പണം അടച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അവർ നമുക്ക് തിരിച്ച് സർവീസ് തരുമെന്ന പോലെയാണ് AMC. അപ്പോൾ ആ AMCയുടെ അടിസ്ഥാനത്തിലാണ് IMCക്കാണ് പണം നിശ്ചയിച്ചിട്ടുള്ളത്. ആ AMCയുടെ അടിസ്ഥാനത്തിലുള്ള പണമാണ് മാസാമാസം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണത്തിന് അവർ GST അടച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള പരിശോധനയിൽ അവരെ സംബന്ധിച്ച് തെറ്റൊന്നും പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, AMC എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ സർവീസിന് മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് പണം അടയ്ക്കാതിരിക്കാനും പറ്റില്ല. ഏത് സമയത്തും മെയിൻ്റനൻസ് ആവശ്യം വരും എന്ന ധാരണയിന്മേലാണ് പണം ഈടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, സർവീസ് പ്രൊവൈഡർ അല്ല, സർവീസ് സ്വീകരിക്കുന്ന ആൾ, അയാൾക്കാണ് സർവീസ് ആവശ്യമുള്ളത്, അയാളാണ് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീണയുടെ ഭാഗത്ത് അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇതിനകത്ത് വിശദീകരിക്കാൻ കാണും.